എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് ലസാഗു ഉസാഖ എന്ന മാത്സിലെ വളരെ പ്രാധാന്യമുള്ള മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ലസാഗു ഉസാഖ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്കുകളാണ് അല്ലേ? LCM, HCF. അപ്പോൾ ലസാഗു ഉസാഖ എന്നിവ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ലസാഗു എന്ന വാക്കിൻ്റെ ആ ഒരു അബ്രീവിയേഷനാണത്, ചുരുക്കരൂപമാണ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ രൂപം എന്താണെന്ന് ചോദിച്ചാൽ ലഘുതമ സാധാരണ ഗുണിതം എന്നാണ്. ലഘുതമ സാധാരണ ഗുണിതം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക LCM എന്നാണ്. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പോൾ ആ ഒരു അർത്ഥമാണ്, ആ ഒരു വാക്കിൻ്റെ അർത്ഥം. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ഫെമിലിയർ ആയിട്ടുള്ളവർക്ക് അങ്ങനെ ആലോചിക്കുന്നതായിരിക്കും ലസാഗു എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എളുപ്പം. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇനി HCF എന്ന് പറഞ്ഞാലോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ അത് മലയാളത്തിലേക്ക് പറയുമ്പോൾ ഉസാഖ അല്ലെങ്കിൽ ഉത്തമ സാധാരണ ഘടകം എന്നാണ് പറയുക. അപ്പോൾ ഈ രണ്ട് പദങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനിതിൻ്റെ ഒരു ആശയമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ LCM, രണ്ട് സംഖ്യകളുടെ LCM നമുക്ക് കാണണം എന്ന് വിചാരിക്കാം. ഇപ്പോൾ രണ്ട് സംഖ്യകളുടെ LCM കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ രണ്ട് സംഖ്യകൾ എടുക്കുകയാണ്, 12, 15. എപ്പോഴും ഓർമ്മിച്ചിരിക്കുക, ഈ LCM അല്ലെങ്കിൽ HCF, ലസാഗു അല്ലെങ്കിൽ ഉസാഖ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സംഖ്യയ്ക്കായിട്ട് കാണാനായിട്ട് പറ്റില്ല. ഒന്നിലധികം സംഖ്യകൾ ഉള്ളിടത്തെ നമുക്ക് ഈ കാൽക്കുലേഷൻ ഉള്ളൂ അല്ലേ? കോമൺ എന്ന് പറയുന്നത് എന്താ? ഒന്നിലധികം സംഖ്യകൾക്ക് പൊതുവായി വരുന്നത്. അപ്പോൾ ഒരു സംഖ്യ മാത്രം എടുത്തിട്ട് 8ൻ്റെ LCM കാണുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ LCM കാണണമെങ്കിലോ HCF കാണണമെങ്കിലോ ഒരു സംഖ്യകളുടെ സെറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ LCM കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അവസാനത്തെ ഭാഗം മാത്രം ഒന്നെടുത്തേ, മൾട്ടിപ്പിൾ അല്ലേ? ഗുണിതം. അപ്പോൾ 12ൻ്റെയും 15ൻ്റെയും ഗുണിതം, കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകളുടെയും ഗുണിതമായി വരുന്ന ലീസ്റ്റ്, ഏറ്റവും ചെറിയ സംഖ്യ. അപ്പോൾ അതിൻ്റെ ആശയം ക്ലിയറായെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് സംഖ്യകൾക്ക് പൊതുവായുള്ള ഏറ്റവും ചെറിയ ഗുണിതം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ഗുണിതങ്ങളൊന്നും എടുക്കാം. 12ൻ്റെയും 15ൻ്റെയും ഗുണിതങ്ങൾ എഴുതാൻ പോവുകയാണ്. അപ്പോൾ 12ൻ്റെ ഗുണിതങ്ങളാണെങ്കിൽ നമുക്കറിയാവുന്ന സംഖ്യകളാണ്. 12, 24, 36, 48, 60, 72, അങ്ങനെയാണ് 12ൻ്റെ ഗുണിതങ്ങൾ പോവുക. അതേപോലെ 15ൻ്റെ ഗുണിതങ്ങൾ എഴുതിയാൽ 15, 30, 45, 60 എന്നിങ്ങനെയാണ് 15ൻ്റെ ഗുണിതങ്ങൾ പോവുക. ഞാൻ ഈ 60 ആയപ്പോൾ നിർത്തിയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴാണ് നമുക്ക് ഈ ലിസ്റ്റിലുള്ള ഒരു സംഖ്യ ഈ ലിസ്റ്റിൽ കിട്ടിയത്, ശരിയല്ലേ? അപ്പോൾ 12ൻ്റെ ഗുണിതമാണ്, അതേപോലെ 15ൻ്റെ ഗുണിതമാണ്. അങ്ങനെ രണ്ടിൻ്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? 60 ആണ്. അപ്പോൾ ഇതാണ് ലസാഗു അല്ലെങ്കിൽ LCM എന്ന് പറയുന്ന ആശയം. രണ്ട് സംഖ്യകൾക്ക് അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സംഖ്യകൾക്ക് പൊതുവായുള്ള ഏറ്റവും ചെറിയ ഗുണിതം, അതിനെയാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അഥവാ ലസാഗു എന്ന് വിശേഷിപ്പിക്കുക. ഇനി ഇതേ സംഖ്യകൾക്ക് തന്നെ നമുക്ക് HCF ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് ഇതേ സംഖ്യകൾ തന്നെ എടുക്കാം. 12ഉം 15ഉം തന്നെ എടുക്കുന്നു. 12ൻ്റെയും 15ൻ്റെയും ഉസാഖ അല്ലെങ്കിൽ HCF എത്രയാണ് എന്ന് മനസ്സിലാക്കാം. ഫാക്ടേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ 12ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും വലിയ ഘടകം 12ആണ്, പിന്നെ താഴെ വരുന്ന ഘടകം 6ആണ്, പിന്നെ 4, 3, 2, 1. ഇനി 15ൻ്റെ ഘടകങ്ങൾ എടുത്താൽ 15ൻ്റെ ഏറ്റവും വലിയ ഘടകം 15, പിന്നെ രണ്ടാമത്തെ ഘടകം 5ആണ്, പിന്നെ വരുന്ന ഘടകം 3, 1. അപ്പോൾ ഇതിനകത്ത് കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോമൺ ഫാക്ടേഴ്സായിട്ട് വരിക 3 ഉണ്ട്, 1 ഉണ്ട് അല്ലേ? 3, 1 എന്നീ സംഖ്യകൾ മാത്രമാണ് ഈ രണ്ട് ലിസ്റ്റിലും കോമൺ ആയി വരുന്ന സംഖ്യകൾ. അപ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതായിരിക്കും? ഒരു സംശയവും വേണ്ട, 3 തന്നെയാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. കാരണം എന്താ? രണ്ട് ഘടകങ്ങളുള്ളതിൽ ഏറ്റവും വലുത്, പൊതുവായ ഏറ്റവും വലിയ ഘടകം. രണ്ടോ അതിലധികമോ സംഖ്യകൾക്ക് പൊതുവായുള്ള ഏറ്റവും വലിയ ഘടകത്തിനാണ് നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇപ്പോൾ ഇത്രയും സമയവും ചെലവഴിച്ചത് ലസാഗു എന്താണ്, ഉസാഖ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും ഇതിൻ്റെ കണ്ടുപിടിക്കുന്ന മെത്തേഡല്ല ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ലസാഗു കണ്ടുപിടിക്കാനും ഉസാഖ കണ്ടുപിടിക്കാനും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഫാക്ടറൈസേഷൻ ഘടകീകരണത്തെ ആസ്പദമാക്കിയിട്ടുള്ള മെത്തേഡുകളുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളൊരു ആശയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഈ ഒരു ആശയം വ്യക്തമായി മനസ്സിലാക്കിയാൽ അതിൻ്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഒരുമാതിരിപ്പെട്ട ചെറിയ സംഖ്യകൾക്കൊക്കെ നമുക്കത് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. ഉടനെ പേപ്പറും പേനയും എടുത്ത് നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പം 12ൻ്റെയും 15ൻ്റെയും LCM കാണണമെന്ന് വിചാരിക്കാം. നമ്മൾ മനസ്സിൽ കാണേണ്ടത് എന്താ? 15 വലിയ സംഖ്യ എടുത്തു. വലിയ സംഖ്യയുടെ മൾട്ടിപ്പിൾസ് എടുക്കുക. 15, 30, 45, 60. 60 വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 12ൻ്റെ കൂടി ഗുണിതമാണ് എന്ന് മനസ്സിലായി. നേരത്തെ പറഞ്ഞ 15, 30, 45 അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും LCM എന്താണ്? 60 തന്നെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുമാതിരിപ്പെട്ട ചെറിയ സംഖ്യകൾക്കൊക്കെ കണക്കാക്കാം. ഇനി കുറച്ചുകൂടി നമുക്ക് അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത്ര വലിപ്പമുള്ള സംഖ്യകളാണെങ്കിലോ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മെത്തേഡ് വേണ്ടി വരും. അപ്പോൾ ആ മെത്തേഡുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് HCF അല്ലെങ്കിൽ ഉസാഖ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ബേസിക്കായിട്ട് ഇതൊരു ഫാക്ടറൈസ് ചെയ്യുന്ന, നമ്മൾ ഫാക്ടറൈസേഷൻ നേരത്തെ ഘടകങ്ങളുടെയൊക്കെ ചോദ്യങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊതുഘടകങ്ങൾ ഉപയോഗിച്ച് ഘടകീകരണം അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യുന്ന മെത്തേഡിലാണ് HCF കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 96, 124 സാമാന്യം വലിയ സംഖ്യകളാണ്. ഇവയുടെ HCF എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ 96നെയും 124നെയും നമ്മൾ പൊതുവായിട്ട് ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാം എന്ന് ചിന്തിക്കാം. സാധാരണഗതിക്ക് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക 2 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. 2 കൊണ്ട് ഹരിക്കുന്നു, 48 വരുന്നു. 124ൻ്റെ പകുതി എടുത്താൽ 62 കിട്ടുന്നു. ഇനി വീണ്ടും 2 ഇരട്ട സംഖ്യകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. അപ്പോൾ 2 കൊണ്ട് വീണ്ടും ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് 48ൻ്റെ പകുതി 24, 62ൻ്റെ പകുതി 31 കിട്ടുന്നു. ഈ 31-നൊരു പ്രത്യേകതയുണ്ട്. 31 ഒരു അഭാജ്യ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിനി ഒരു പൊതുഘടകം ഉപയോഗിച്ച് അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് പ്രത്യേകം ഓർത്തിരിക്കുക. 24നെ നമുക്കിനി കുറേ തവണ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് മാത്രം കണക്കാക്കരുത്. 2നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഡിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ HCF കണ്ടുപിടിക്കാനുള്ള ഫാക്ടറൈസേഷൻ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ താഴെയുള്ള സംഖ്യകൾ വിട്ടിട്ട് ഈ സൈഡിൽ നമ്മൾ 2 ഡിവിഷൻ ചെയ്തു. ആ 2 സംഖ്യകളുടെയും ഗുണനഫലം എടുക്കുക. ആ ഗുണനഫലം എടുത്താൽ നമുക്കിവിടെ കിട്ടും 4 HCF എന്ന് മനസ്സിലാക്കാം. നമുക്ക് കുറച്ചുകൂടി ഒരു 2ൽ കൂടുതൽ സംഖ്യകൾ, ഒരു 3 സംഖ്യകൾ വരുന്ന ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് എടുത്ത് നോക്കാം. 112, 84, 154 ഈ 3 സംഖ്യകളുടെ HCF എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. HCF കണ്ടുപിടിക്കുമ്പോൾ ഓർക്കുക, 2 സംഖ്യകളോ 3 സംഖ്യകളോ 4 സംഖ്യകളോ എത്ര സംഖ്യകളുണ്ടെങ്കിലും ഈ മുഴുവൻ സംഖ്യകളെയും ഹരിക്കാമെങ്കിൽ മാത്രമേ നമ്മളതിന് ചെയ്യാവുള്ളൂ. മുഴുവൻ സംഖ്യകളെയും ഹരിക്കാമെങ്കിൽ മാത്രമേ നമുക്ക് ഡിവിഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് എളുപ്പത്തിൽ 2 കൊണ്ടങ്ങ് ഹരിക്കാം. 112ൻ്റെ പകുതി 56, 84ൻ്റെ പകുതി 42, 154ൻ്റെ പകുതി 77. വീണ്ടും നമുക്കിതിനെ ഹരിക്കാൻ സാധിക്കുക 7 കൊണ്ടാണ്. 56, 42, 77 എന്നീ സംഖ്യകളെ പൊതുവിൽ നമുക്ക് ഹരിക്കാൻ സാധിക്കുക 7 കൊണ്ടാണ്. 7 കൊണ്ട് ഹരിക്കുന്നു. 56നെ 7 കൊണ്ട് ഹരിച്ചാൽ 8, 42നെ 7 കൊണ്ട് ഹരിച്ചാൽ 6, 77നെ 7 കൊണ്ട് ഹരിച്ചാൽ 11. അപ്പോൾ ഹരണം പൂർത്തിയായി. കാരണം 8, 6, 11 എന്നീ 3 സംഖ്യകൾക്കും പൊതുവിൽ ഇനിയൊരു ഘടകമില്ല. നമുക്ക് പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് ഒരു പോസിബിലിറ്റിയും ഇല്ല. അതുകൊണ്ട് അവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ കിട്ടിയ 2 എണ്ണത്തിൻ്റെ ഗുണനഫലം 7 × 2 14 നമുക്ക് HCF അല്ലെങ്കിൽ ഉസാഖ എന്ന രീതിയിൽ എടുക്കാവുന്നത്. അടുത്തത് നമുക്ക് LCM കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് 2 സംഖ്യകളുണ്ട്, 16, 22. 16ൻ്റെയും 22ൻ്റെയും LCM എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ പൊതുവായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 2 കൊണ്ടാണ്. 2 കൊണ്ട് ഹരിക്കുന്നു. 16നെ 2 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടുന്നു. 22നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 11 കിട്ടുന്നു. ഇനി ഒരു പൊതുവായ ഘടകം ഇല്ല. പൊതുഘടകം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വെച്ച് ഹരണം അവസാനിപ്പിക്കാം. അപ്പോൾ 2, 8, 11 ഈ 3 സംഖ്യകളുടെയും ഗുണനഫലമായിരിക്കും LCM ആയിട്ട് എടുക്കുക. പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, HCFും LCMും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഓർത്തിരിക്കുക. ഇതേ സംഖ്യകളുടെ HCF ആണ് നമുക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായും നമ്മൾ 2 മാത്രമേ എടുക്കുള്ളൂ. താഴെയുള്ള സംഖ്യകൾ എടുക്കില്ല. അതേസമയം LCMന് വേണ്ടി നമ്മൾ സൈഡിലും താഴെയുമുള്ള മുഴുവൻ സംഖ്യകളുടെയും ഗുണനഫലമാണ് എടുക്കുന്നത്.
അപ്പോൾ ഈ സംഖ്യകളുടെ ലസാഗു അല്ലെങ്കിൽ LCM എത്രയാണെന്ന് ചോദിച്ചാൽ 2 × 8 × 11 ആയിരിക്കും. 2 × 8 × 11 ചെയ്താൽ നമുക്ക് കിട്ടുക 176 ആണ്. ആ 176 ഈ സംഖ്യകളുടെ LCM. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 24, 30, 36 ഈ 3 സംഖ്യകളുടെ LCM എടുക്കണം. അപ്പോൾ 3 സംഖ്യകളെയും നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 2 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ബാക്കിയാവുന്നത് 12, 30ൻ്റെ പകുതിയായ 15, 36ൻ്റെ പകുതിയായ 18. ഇനി നമുക്ക് പൊതുവായിട്ട് ഹരിക്കാനായിട്ട് സാധിക്കുക, പെട്ടെന്ന് തോന്നുന്നത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 12ൻ്റെ 3/1 4, 15നെ 3 കൊണ്ട് ഹരിക്കുന്നു 5, 18നെ 3 കൊണ്ട് ഹരിക്കുന്നു 6. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമുക്ക് LCMൻ്റെയും HCFൻ്റെയും ഫാക്ടറൈസേഷനിൽ ചെറിയൊരു വ്യത്യാസം വരുന്ന കേസ്. അതായത് 2-ലധികം സംഖ്യകളുടെ LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇപ്പോൾ 4, 5, 6 പൊതുവായി ഇനി ഒരു ഘടകവും നമുക്ക് എടുക്കാനായിട്ട് ബാക്കിയില്ല. എന്നാൽ നമുക്കറിയാം ഈ 4-ൽ നിന്നും 6-ൽ നിന്നും മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ LCM എടുക്കുമ്പോൾ നമുക്ക് ആ ഡിവിഷൻ ചെയ്യാൻ സാധിക്കും. HCF എടുക്കുമ്പോൾ ആ ഡിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. HCFൽ എത്ര സംഖ്യകളുണ്ടെങ്കിലും അതിൽ നിന്ന് മുഴുവനും കിട്ടുന്ന ഒരു ഘടകം മാത്രമേ നമുക്ക് എടുത്ത് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതേസമയം LCMലാണെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ ഏതെങ്കിലും 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം കിട്ടുമെങ്കിൽ, ഒരു പൊതുഘടകം കിട്ടുമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഡിവിഷൻ പോസിബിളാണ്. അപ്പോൾ 4-ൽ നിന്നും 6-ൽ നിന്നും നമുക്കൊരു 2നെ പുറത്തെടുക്കാം. ആ 2 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ 4/2 2, 5ന് മാറ്റമൊന്നുമില്ല. 6/2 ചെയ്യുമ്പോൾ 3. ഇനി നമുക്ക് പൊതുഘടകങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. അപ്പോൾ ഇത്രയും സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും ഇവയുടെ LCM ആയിട്ട് കണക്കാക്കാം. അപ്പോൾ LCM നമുക്ക് എടുത്ത് നോക്കാം. 2 × 2 4, 3 × 3 9, 36 × 10. അപ്പോൾ ഇത്രയും സംഖ്യകളുടെ ഗുണനഫലം എടുത്താൽ 2 × 3 × 2 × 2 × 5 × 3 എടുത്താൽ നമുക്ക് കിട്ടുന്ന 360 ഈ സംഖ്യകളുടെ LCM ആയിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ചെലവഴിച്ചത്, ഈ ഒരു ഭാഗത്ത് നമ്മൾ ചോദ്യങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. LCMൻ്റെയും HCFൻ്റെയും മെത്തേഡ് അല്ലെങ്കിൽ അതിൻ്റെ ആശയമാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഒരു പരീക്ഷയിൽ നമുക്ക് 2 സംഖ്യകൾ തന്നിട്ട്, 2 അതിലധികമോ പൂർണ്ണസംഖ്യകൾ തന്നിട്ട് ഇതിൻ്റെ ലസാഗു കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഉസാഖ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ തീർച്ചയായും അത് ഭിന്നസംഖ്യകളെ പറ്റിയോ ദശാംശ സംഖ്യകളെ പറ്റിയോ മാത്രമാണ് സാധ്യത. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ലസാഗു ഉസാഖ എന്ന 2 കാര്യങ്ങൾ നമുക്ക് പല ചോദ്യങ്ങളിലും സ്റ്റെപ്പിൻ്റെ ഭാഗമായി, ഒരു പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഭാഗമായി നമുക്കത് ചെയ്യേണ്ടി വരും. അതായി ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ ലസാഗു ഉസാഖ എന്നിവയുടെ ആപ്ലിക്കേഷൻ രീതിയിൽ വരുന്ന കുറച്ചധികം ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുമുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും പോകാം.